ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് പിന്നെ ഒരു കത്ത് ദിവസം നൽകിയിരിക്കുകയും നമ്മൾ ഇന്ന് എപ്പിസോഡ് 146 താൻ വാസിക്കാൻ പോകുന്നത്. 146 നമ്മൾ പഠിച്ചിടാം. 146 നമ്മൾ ഇത് ബൈബിൾ സ്റ്റഡിയാണ്. ഇത് ഫിലിപ്പിയ ലേഖനം 4:14 താൻ നമ്മളിപ്പോൾ പഠിക്കുന്നത്. 4:14 ആണ്ടവർ നമ്മളുടെ എന്നെ പേശുന്നതെന്ന് നമുക്ക് പാക്കലാം. അന്നേരം ആണ്ടവരുടെ വചനത്തിൽ നിന്നും നമുക്ക് എന്നാ പൊടിയും അന്നേരം നമുക്കത് മനസ്സിലാക്കിയിടാൻ പറ്റും. അന്നേരം ആണ്ടവർക്ക് നമുക്ക് 4:14 മുന്നേ നമുക്ക് ബാക്കിലോട്ട് കൊഞ്ചം പോയിട്ട് നമുക്ക് 14ലേക്ക് വന്നിടാം. 12ാം വാക്യത്തിൽ നമ്മൾ നേരത്തെ പഠിച്ചാച്ച് அப்போஸ்தலனாയ പൗലോസ് சொல்லுது, എൻ്റെ താഴ്ചയിൽ ഇരിപ്പാൻ തക്കോണം ഞാൻ പഠിച്ചിരിക്കുക. അതായത് എനിക്ക് ഏത് സാഹചര്യം വന്നാലും അല്ലെങ്കിൽ ഏത് രീതിയിൽ ഞാൻ കഷ്ടപ്പെട്ടു വന്നാലും എനിക്ക് എന്നായിരിക്കും എല്ലാ സാഹചര്യത്തിലും ഞാൻ എന്നെപ്പറ്റും അത് എപ്പടി ഞാൻ വസിക്കണം എന്ന് ആണ്ടോ എന്നെ പഠിപ്പിച്ചാൽ ഞാൻ പഠിച്ചിരിക്കുക. അതുകൊണ്ട് എനിക്ക് കവലയേ ഇല്ല. ഇരിപ്പാനെ എനിക്ക് അറിയാം. അതുകൊണ്ട് എനിക്ക് ഇപ്പം പസിച്ചിരുന്നാലും അല്ലെങ്കിൽ ഞാൻ രമ്പ ആഹാരം ഇരുന്നാലും അല്ലെങ്കിൽ എനിക്ക് പോരായ്മ ഇരുന്നാലും അല്ലെങ്കിൽ കഷ്ടത ഇരുന്നാലും അല്ലെങ്കിൽ എനിക്ക് സന്തോഷം ഇരുന്നാലും എനിക്ക് രോഗം ഇരുന്നാലും എനിക്ക് ദുഃഖം ഇരുന്നാലും ഞാൻ ജയിലിലല്ലെങ്കിലും എല്ലാ രീതിയിലും ഞാൻ എന്നായിരിക്കും ഞാൻ പഠിച്ചാച്ച്. അത് എന്തുകൊണ്ട് താൻ ആണ്ടവരുടെ കൃപ ആണ്ടവരുടെ കൃപ മൂലം താൻ അത് പഠിച്ച് ആണ്ടവരുടെ വചനം ഞാൻ പഠിച്ചപ്പോൾ അതിന് മാതൃക ആരായിരുന്നു? താൻ ആണ്ടവരായ യേശു ക്രിസ്തു തൻ്റെ എല്ലാ കാര്യത്തിലും അവൻ എന്നാച്ച് അവൻ അത് എല്ലാം കാമിച്ചാച്ച് നമ്മളോട് കാമിച്ചാച്ച് എപ്പോഴും നമ്മൾ വസിക്കണം, എപ്പോഴും നമ്മൾ എന്നാ കാര്യങ്ങൾ ചെയ്യണം, എല്ലാമേ നമുക്ക് എന്നാ പണിയാച്ച് ആണ്ടവർ നമ്മളെ പഠിപ്പിച്ചാച്ച്. അന്നേരം 13ാം വാക്യത്തിൽ അതുകൊണ്ട് ഞാൻ എൻ്റെ എല്ലാ ബുദ്ധിമുട്ടിലും അല്ലെങ്കിൽ എൻ്റെ പ്രയാസത്തിൽ എല്ലാ കഷ്ടതയിലും ഞാൻ എന്നായിരിക്കും? ഞാൻ സന്തോഷവാനായിരിക്കും. നമ്മൾ പഠിക്കേണ്ട കാര്യം എന്നാൽ നമ്മൾ സന്തോഷവാനായിരിക്കുക. അതാണ്. എന്നാൽ 13ാം വാക്യത്തിൽ എന്നെ ശക്തനാക്കുന്നതുപോലെ ഞാൻ സകലത്തിനും മതിയാകും. അതിന് കാരണം എന്താണ്? ആണ്ടവർ എന്നെ ശക്തനാക്കുന്നു. അത് ആണ്ടവർ എനിക്ക് ശക്തി തന്നില്ലെങ്കിൽ, ആണ്ടവരുടെ കൃപ എൻ്റെ മേൽ വന്നില്ലെങ്കിൽ എനിക്ക് എന്നാ പറ്റും? ഇതിൽ കൂടെ ഒന്നും പോകാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നിങ്ങളൊന്ന് വിസാരിച്ച് നോക്ക്. അപ്പോസ്തലനായ പൗലോസ് നിങ്ങളൊന്ന് വിസാരിച്ച് നോക്ക്. എന്നെ വിസാരിക്കണം. ഞാൻ ഞാൻ ജയിലിലായിരുന്നു, ഞാൻ അങ്ങ് കഷ്ടപ്പാട് ചങ്ങലയിലായിരുന്നു, എനിക്ക് യാതൊരു പ്രയാസമില്ല. ഞാൻ എൻ്റെ ദുഃഖം നിങ്ങളോട് ഞാൻ ചൊല്ലിയാച്ചേ. അത് ചൊല്ലിയത് നിങ്ങളും ബലപ്പെട്ടു വരുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോസ്തലനായ പൗലോസിൻ്റെ എല്ലാ കാര്യങ്ങളും അവൻ ചെയ്തത് മക്കൾ, അതായത് ആണ്ടവരെ സ്വീകരിച്ച മക്കൾ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട മക്കൾ അവർ ബലപ്പെടണം, അവർക്ക് ശക്തിപ്പെടണം, അവർ എന്നെപ്പോലെ ആവണം എന്ന് ചൊല്ലുവാൻ വേണ്ടിയിട്ടാണ് ചൊല്ലുന്നത്. അന്നേരം നമുക്കൊന്ന് പിടിഞ്ഞായിരിക്കും. കാരണം നമുക്ക് പിടിഞ്ഞാച്ച് നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും വന്നിടും, അല്ലെങ്കിൽ ദുഃഖവും നെടുവെറുപ്പും വന്നിടും, നമുക്ക് രോഗങ്ങൾ നമുക്ക് അസുഖങ്ങൾ എല്ലാം വന്നിടും, അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ നമ്മളെ വെറുത്തിടും, നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ വെറുത്തിടും, നമ്മുടെ വീട്ടുകാർ നമ്മളെ വെറുത്തിടും, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തക്കാർ നമ്മൾ വെറുത്തിടും, നമ്മുടെ കൂട്ടുകാർ നമ്മളോട് വെറുത്തിടും, നമ്മുടെ അയൽക്കാർ നമ്മളോട് വേർത്തിടും. എല്ലാവരും നമ്മൾ വേർത്താലും നമ്മുടെ വെറുത്താലും എന്നാ പറ്റും? നമ്മൾ സന്തോഷവാനായിരിക്കുക. എപ്പോഴും സന്തോഷമായിരിക്കാം. അത് നമുക്ക് ഈ സാഹചര്യത്തിൽ നമ്മളെ ശക്തനാക്കുന്നവനാര്? താൻ ആണ്ടവരായ യേശുക്രിസ്തു താൻ. ആണ്ടവരായ യേശുക്രിസ്തു മൂലം നമ്മൾ ശക്തൻ ആക്കിയിരിക്കുന്നു. നമ്മളതിന് ഇങ്ങനെ ശക്തനാക്കുന്നത് മാത്രമല്ല, അവൻ എനിക്ക് അത് പോതും. അതായത് ആണ്ടവർ യേശുക്രിസ്തു എൻ്റെ കൂടെ ഇരുന്നാൽ അതെനിക്ക് പോകും. എനിക്ക് അതിൽ കവിഞ്ഞ് യാതൊന്നുമേ ദൈവപ്പെടാതെ. ഓക്കെ, അത് ഇങ്ങനെ ചൊല്ലു. ഇനി പറഞ്ഞ എങ്കിലും എൻ്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് നന്നായി. അവൻ ചൊല്ലുക,
ഞാൻ കഷ്ടത്തിൽ ഇരുന്നപ്പോൾ നിങ്ങൾ എനിക്ക് കൂട്ടായ്മ കാണിച്ചു. അത് കൂട്ടായ്മ കാണിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ ധനപരമായിട്ട് ആണെന്ന് നിർബന്ധമില്ല. അല്ലെങ്കിൽ അവർ പ്രാർത്ഥന അവർ ധനപരമായി ചിലപ്പം അവർ കൂട്ടായ്മ കാണിച്ചു കാണും. അല്ലെങ്കിൽ അവർ പ്രാർത്ഥനയാൽ കൂട്ടായ്മ കാണിച്ചാലും അവരുടെ ദുഃഖത്തിൽ സഹകരിച്ച കൂട്ടായ്മ കാണിച്ചാലും അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിൽ നിങ്ങൾ എൻ്റെ കൂടെ ഒപ്പം ഇരുന്നാച്ച அதுதான் கூட்டாய்மை എന്ന് ചൊല്ലിയല്ല എന്താ നമ്മൾ ചൊല്ലുന്നത്. കൂട്ടായ്മ എന്നാൽ അപ്പം നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് എടുക്കുന്ന അല്ല. നമ്മളുടെ ഏത് സാഹചര്യത്തിലും നമ്മുടെ സഹോദരന്മാരോടൊത്ത് അവർക്ക് വരുന്ന പ്രയാസങ്ങൾ, അവർക്ക് വരുന്ന ദുഃഖത്തിൽ നമ്മൾ അവരുടെ കാലിന് ഒപ്പമായി നടക്കുക. അവർ പോകുന്ന വഴികളിൽ നമ്മളും കൂടി നടന്ന് അവർക്ക് സമാധാനം നമ്മൾ നൽകുക. അതുതാൻ കൂട്ടായ്മ. അതായത് നമ്മൾ കൂട്ടായ്മ ഇങ്ങനെ പൗലോസ് சொல்லுது, നിങ്ങൾ എനിക്ക് കാണിച്ച കൂട്ടായ്മയ്ക്ക് എനിക്ക് നന്ദി. ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി എൻ്റെ കാര്യങ്ങളെല്ലാം ചൊല്ലിയാച്ച്, ഇവിടുന്ന് ആൾക്കാർ വന്ന് നിങ്ങളോട് എല്ലാം ചൊല്ലിയാച്ച്, എങ്കിൽ എന്നെ നടക്കുന്നത് നിങ്ങളോട് ചൊല്ലിയാച്ച്, നിങ്ങൾക്ക് എല്ലാമേ പൊടിയും. ഞാൻ ഏത് രീതിയിൽ ഇരിക്കുന്നതെല്ലാം നിങ്ങൾക്ക് തരും. അന്നേരം നിങ്ങൾ എന്നാ ചെയ്തു? சரி, എൻ്റെ കൂടെ വന്ന് എന്നാ പണ്ണാൻ പറ്റത്തില്ല, ജയിലിൽ വാസം പണ്ണാൻ முடியாது. അത് നിങ്ങൾ ഫിലിപ്പിയിൽ ഇരിക്കുന്ന ഞാൻ ജയിലിലേക്ക് അങ്ങ് വരാൻ முடியாது. എന്നാൽ നിങ്ങൾ പ്രാർത്ഥനയാൽ അല്ലെങ്കിൽ നിങ്ങൾ ജപത്താൽ നിങ്ങൾ എൻ്റെ കൂടെ ഒപ്പുവരുന്ന നിങ്ങൾ ജപത്താൽ എന്നെ താങ്ങി, നിങ്ങൾ ജപത്താൽ ആണ്ടവരോട് പേശി ആണ്ടവരോട് നിങ്ങൾ കൃപ ചോദിച്ചാച്ച് അതുകൊണ്ട് താൻ 13-ാം വാക്യത്തിൽ നമ്മൾ ഇരിക്കുന്നത് അവൻ മുഖാന്തരം സകലത്തിനും മതിയാകും. നിങ്ങളുടെ പ്രാർത്ഥനയും എല്ലാം മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായിരിക്കുന്നു. എനിക്ക് യാതൊന്നിനും ഒരു കുറവുമേ கிடைக்காது, ഒരു കമ്മിയുമേ എനിക്ക് கிடைக்காது. എത്ര അപ്പോസ്തലനായ പൗലോസിൻ്റെ ചിന്താഗതി നമുക്കൊന്ന് വിസാരിച്ചത്. അവൻ എപ്പോഴും വിസാരിക്കുന്നത്, അതായത് നിങ്ങൾ എനിക്ക് വേണ്ടി ജപം പണിയപ്പോൾ എനിക്ക് എൻ്റെ ആണ്ടവൻ എന്നെ ശക്തനാക്കി എന്നെ സമർത്ഥനാക്കി എന്ന് ചൊല്ലുകയാണ്. അന്നേരം നമ്മുടെ കൂട്ടായ്മ നമ്മൾ എപ്പടി കാണിക്കണം? നമുക്ക് ധനപരമായി കാണിക്കാൻ പറ്റുമെങ്കിൽ ധനപരമായി കാണിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ജപത്താൽ കാണിക്കാൻ പറ്റുമെങ്കിൽ ജപത്താൽ, അല്ലെങ്കിൽ നമ്മൾ അവർക്ക് എപ്പടി നമുക്ക് സപ്പോർട്ട് പണ്ണാൻ പറ്റുമോ സപ്പോർട്ട് പണിയിട്ട് അതിന് പകരം നമ്മൾ അവർക്ക് കഷ്ടം വരാൻ വേണ്ടി നമ്മൾ അവർക്ക് എതിരായി പ്രവർത്തിക്കുകയല്ല, അവരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇയ്യോബിൻ്റെ കഥ വായിക്കുമ്പോൾ നമ്മൾ പുസ്തകത്തിൽ വാസിക്കുമ്പോൾ നമ്മൾ വാസിക്കുന്നത്, അവൻ്റെ സ്നേഹിതന്മാർ വന്നു. വെരി ഗുഡ്, നല്ല കാര്യം. താൻ സ്നേഹിതന്മാർ വന്നു, അവരുടെ കൂട്ടായ്മയ്ക്കായി അവർ 3 പേരും കൂടെ ഇരുന്നു. വെരി ഗുഡ്, അതും നല്ല കാര്യം. അത് കഴിഞ്ഞിട്ട് അവർ എന്നാ പണിയാച്ച്, ഇയ്യോബിൻ്റെ ദുഃഖത്തിൽ ആദ്യം അവർ ரொம்ப കഷ്ടപ്പെട്ടാച്ച്. ഓക്കെ, അതിന് താൻ ഇങ്ങ് വന്നത്. അത് കഴിഞ്ഞിട്ട് ഇയ്യോബിന് എതിരായിട്ട് അവർ പേശാൻ തുടങ്ങി. നമ്മൾ ഇയ്യോബിനെ അത് ரொம்ப കഷ്ടമായി തീർന്നു. നമ്മൾ വായിക്കുന്നത് അതുകൊണ്ട് താൻ ആണ്ടവർ എന്നാ ചൊല്ലുക, ഇവരുടെ പാപത്തിന് നീ എന്നാ பண்ணணும்? നീ ജപം പണ്ണണം, നീ യാഗം കളിക്കണം. എന്നാൽ താൻ നീ അതിൽ നിന്നും നിനക്ക് വിടുതൽ கிடைக்கும். അവർക്ക് വിടുതൽ கிடைக்கும். അതിൽ ആര് ജപം പണ്ണണം? അവർ ജപം പണ്ണണമെന്നല്ല ചൊല്ലിയിരിക്കുന്നത്. അതായത് ഇയ്യോബിൻ്റെ 3 സുഹൃത്തുക്കൾ അല്ലെങ്കിൽ 3 ഫ്രണ്ട്സ് അല്ലെങ്കിൽ 3 കൂട്ടുകാർ അവർ ജപം പണ്ണണമെന്നല്ല. ആര് ജപം പണ്ണണം? ഇയ്യോബ് അവർക്ക് വേണ്ടി ജപം പണ്ണണം. അന്നേരം എന്തുകൊണ്ട്? ഭക്തന്മാരുടെ പ്രാർത്ഥന താൻ ആണ്ടവർ കേൾക്കുന്നത്. ആരുടെ പ്രാർത്ഥന കേൾക്കുന്നത്? ഭക്തന്മാർ. ആര് ഭക്തൻ? ഇங்கே ആര് താൻ? ഇയ്യോബ് താൻ ഭക്തൻ. അതുകൊണ്ട് ആണ്ടവർ சொல்லுது, നീ ഭക്തനായ ഇയ്യോബേ, നീ എന്നാ പണ്ണണം? നീ ഇവർക്ക് വേണ്ടി നീ ജപം പണിയാൽ, ഇവർക്ക് വേണ്ടി നീ യാഗം കഴിച്ചാൽ അത് ഞാൻ സുഗ്രാഹ്യമായി സ്വീകരിച്ച് അവരുടെ പാവത്തെ ഞാൻ ക്ഷമിക്കും. അന്നേരം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത് പഴയ നിയമത്തിൽ പുതിയ നിയമത്തിൽ നമ്മൾ വാസിക്കുന്നത്, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ സഹോദരങ്ങൾ, ആണ്ടവരിൽ സഹോദരങ്ങൾ
കാര്യങ്ങൾ അവർക്ക് വേണ്ടി നമ്മൾ ജപം പണിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട് ഇതിൽ അതായത് മുന്നിൽ പോയി സുവിശേഷം പണുന്ന അവർ, അതായത് അവർ വചനം പ്രസ്താവിക്കുക, സുവിശേഷം പറയുക, അവർ വചനം പഠിപ്പിക്കുക, ഇതെല്ലാം ചെയ്യുന്ന അവർ ഫ്രണ്ടിൽ, അത് ആണ്ടവരുടെ ഫ്രണ്ടിൽ നിൽക്കുക, അത് ഇടയന്മാരുടെ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ ജപം பண்ணണം എന്ന് ഇங்கே അപ്പോസ്തലനായ പൗലോസ് അങ്ങനെ അപ്പടി ഞങ്ങൾ ജപം പണിയാൽ അത് എന്നായിരിക്കും? എങ്കിലും എൻ്റെ കഷ്ടത നിങ്ങൾ കൂട്ടായ്മ കാണിച്ചതിനായി നന്നായി. അത് എനിക്ക് രൊമ്പ ചിത്തമായി തോന്നിയാച്ച്, അതെനിക്ക് രൊമ്പ പ്രസാദമായി തോന്നിയാച്ച്, എനിക്ക് രൊമ്പ നല്ലതായി വന്നാച്ച്. കാരണം നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്ത കൂട്ടായ്മ അത് എനിക്ക് മറക്കാൻ മുടിയാതെ. കാരണം ആ കൂട്ടായ്മ മുഖാന്തരം താൻ ഞാൻ ബലപ്പെട്ട് നിൽക്കുന്നു. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ സഹോദരന്മാരെ നമ്മൾ എന്നാ பண்ணണം? അന്യോന്യം താങ്ങണം. അല്ലെങ്കിൽ അന്യോന്യം താങ്ങണം. അവരുടെ ബലഹീനതയിൽ അവരെ താങ്ങണം. അതുതാൻ നമ്മുടെ വേല. അവർക്ക് വേണ്ടി ജപം പണി അവരെ ആണ്ടവരുടെ കയ്യിൽ ഏൽപ്പിക്കണം. അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ജപം പണ്ണു. അവർക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്യുക. അവർക്ക് അല്ലാതെ അവരെ കുത്തുകയല്ല, അവർ ചൂഷണം പണ്ണുകയല്ല. അവരെ എന്ത് പണണം? അവരെ നേസിക്കണം. കാരണം നമ്മൾ നേരത്തെ നമ്മൾ പഠിച്ചാച്ച് ആണ്ടവർ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മൾ യോഹന്നാൻ്റെ പുസ്തകത്തിൽ നമ്മൾ വാസിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നത് ആണ്ടവരുടെ സ്വഭാവം നമ്മൾ വന്നിടണം. ആണ്ടവരുടെ സ്വഭാവം എന്ത് നമുക്ക് പാക്കാൻ പറ്റും. ആണ്ടവർ എന്നാ ചെയ്യാച്ച്? ആണ്ടവർ തന്നെ ശിഷ്യന്മാരെ കടലിൽ അക്കരയ്ക്ക് പോകാൻ ചൊല്ലിയപ്പോൾ എന്നാ ചെയ്താച്ച്? അവൻ പോയി ജപം പണിയാച്ച്. അവൻ എല്ലാമേ പാത്താച്ച് അവൻ ജപം പണിയാച്ച്. എന്നിട്ട് അവൻ്റെ അടുക്കിലേക്ക് വന്ന് അതായത് നമുക്ക് പണാൻ പറ്റുന്ന എന്നാ? ആണ്ടോട് നമുക്ക് ഒരു മാതൃക അല്ല, ഒരു എക്സാമ്പിൾ നമുക്ക് തന്നിരിക്കുക, അല്ലെങ്കിൽ ഒരു കാണിച്ചിരിക്കുക എന്നത് നമ്മൾ അവൻ്റെ പ്രിയമക്കൾക്ക് വേണ്ടി, ആണ്ടവരായ യേശുക്രിസ്തുവാൽ രക്ഷിക്കപ്പെട്ട മക്കൾക്ക് വേണ്ടി നമ്മൾ ജപം പണ്ണുക. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന നമ്മുടെ കൂട്ടായ്മ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ധനം നമ്മുടെ കയ്യിലിരിക്കുമെങ്കിൽ നമ്മൾ പൈസ ഇരിക്കുന്ന അവർക്ക് കൊടുക്കുക, അവർക്ക് സഹായം ചെയ്ത് കൊടുക്കുക, അവർക്ക് എന്താ തേவைപ്പെടുവോ അത് ചെയ്ത് കൊടുക്കുക. അതെല്ലാം കൂട്ടായ്മ താൻ. അത് അപ്പടി കൂട്ടായ്മ പണ്ണുമ്പോൾ എന്നെ പറ്റും അവർക്ക് മനസ്സിലെ തണുപ്പ് വന്നിടും. ആർക്ക് ഈ കഷ്ടം അനുഭവിക്കുന്നത് അവർക്ക് തണുപ്പ്. കാരണം അവർക്ക് അപ്പോൾ ഒരു വിസാരം വന്നിടും. എന്നത് എൻ്റെ പുറവെ എൻ്റെ സഹോദരന്മാർ എൻ്റെ കൂടെയുണ്ട്. അന്നേരം എൻ്റെ സഹോദരന്മാർ കൂടെ ഉള്ളപ്പം നമുക്ക് എന്നാ പറ്റും? ഐക്യത്തിൽ താൻ ബലം എന്ന് ചൊല്ലുന്ന മാതിരി നമുക്ക് ഐക്യത്തിൽ ബലം. അപ്പോസ്തലനായ പൗലോസ് ചൊല്ലുന്നത്, നിങ്ങൾ കാണിച്ച കൂട്ടായ്മ എല്ലാ കൂട്ടായ്മയാലും എന്നെപ്പറ്റി സകലത്തിനും മതിയാകുന്നു. അത് എല്ലാത്തിനും അതിൽ ഞാൻ കൂട്ടായ്മ കാണിച്ചത് നന്നായി. ഞാൻ അതിൽ സന്തോഷവാനായിരിക്കുന്നു. ഞാൻ എൻ്റെ വചനം മുടിച്ചിടുവാണ്. ആണ്ടവർ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആണ്ടവരുടെ കൃപയുണ്ടായിരിക്കുമാറാകട്ടെ. ആണ്ടവരെ നമുക്ക് സ്തുതിക്കാം. ആണ്ടവരെ നമുക്ക് മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.